എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ് ശ്രീദേവിക്ക് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ആനന്ദേട്ടൻ അവിടെ തന്റെ അനുജന്മാരോടൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എന്ത് പരിപാടി ആനന്ദേട്ടൻ കാണിക്കണേ എന്നൊക്കെ ഓർത്താണ് ശ്രീദേവി കിടക്കുന്നത്. ഒരു വിധത്തിലാണ് ശ്രീദേവി ഒന്ന് കിടന്ന് നേരം വെളുപ്പിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഗോമതി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അടുക്കള സാധാരണഗതി 4 മണിയാകുമ്പോഴത്തേനും ഈ പറഞ്ഞ ശ്രീദേവി എഴുന്നേക്കുന്ന അടുക്കളയിൽ ഒരു പെരുമാറ്റം കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ത് പറ്റിയെന്ന് ഓർത്തോണ്ട് നേരെ കഥവൊക്കെ തുറന്ന് സിറ്റൗട്ടിലേക്ക് വന്നപ്പോഴത്തേനും കോലം ഒന്നും വരച്ചിട്ടില്ല. ഇതെന്ത് മറിമായ സാധാരണ ഇങ്ങനെയല്ലല്ലോ. നോയി കഴിയുമ്പോഴത്തേനും പാലും പത്രമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അതും എടുത്തിട്ടില്ല. അപ്പൊ ശ്രീദേവി എഴുന്നേറ്റിട്ടില്ലെന്ന് മനസ്സിലായി. പിന്നീട് ഗോമതി അടുക്കളയിലേക്ക് എന്ന് ചായയൊക്കെ വെക്കുവാണ്. ആ സമയത്ത് മീനാക്ഷി മിത്രയൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. പിന്നീട് അവര് വന്നിട്ട് ആഹാ ഇന്ന് അമ്മയാണോ അടുക്കള രാവിലെ കയറിയെന്ന് നിൽക്കും. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇന്ന് കോലമൊന്നും വരച്ചിട്ടില്ലെന്ന് പറയണേ. കോല വിട്ടിട്ടില്ലേ? അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ. എന്താന്ന് അറിയത്തില്ല. ഇന്ന് ശ്രീദേവി എഴുന്നേറ്റിട്ടില്ലാന്ന് തോന്നുന്നു. ഞാനിന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴത്തേനും ശ്രീദേവി മുറി കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നീട് ഗോമതി എന്നിട്ട് വിളിക്കുകയാണ്. വിളിച്ചു കഴിയുമ്പോൾ ശ്രീദേവി ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല കുറെ സമയമായോ എന്നൊക്കെ ചോദിച്ചു അന്തം വിട്ടിങ്ങനെ നോക്കണം. എന്ത് പറ്റും മോളെ, രാവിലെ സാധാരണ എഴുന്നേക്കുന്നതാണല്ലോ. അത് പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ കിടന്നുറങ്ങിയതമ്മേ. നേരം വെളുക്കാറായി ഉറങ്ങിയപ്പോ നല്ല തലവേദന ഉണ്ടെന്ന് പറയാം. എന്നൊരു കാര്യം ചെയ്യാം, മോള് കിടന്നു കാണാത്തോണ്ട് ഞാൻ വന്നാന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി എന്ത് ചെയ്യണം, കിടന്നോളാൻ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ശ്രീദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല. ഇതുവരെ ആയിട്ടും ആനന്ദേട്ടൻ മുറിയിലേക്ക് വന്നിട്ടില്ല. വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് ശ്രീദേവി അവിടെ ഇരിക്കണം. പിന്നീട് ഗോമതി അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേനും മീനാക്ഷി വെച്ച് എന്തേ ശ്രീദേവി വെച്ച് എന്തെന്ന് ചോദിക്കാം. എഴുന്നേറ്റിട്ടില്ല, തലവേദനയാന്ന് പറഞ്ഞു പറയാം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അങ്ങനെയാണ് മിക്കവാറും ഇത് മറ്റേ തലവേദനയായിരിക്കും എന്ന് പറയാം. എന്ത് തലവേദന? ഇന്നലെ ആനന്ദേട്ടൻ ടെറസിലാ കിടന്നേന്ന് പറയാം. ആരിനോടും ആകാശനോടൊക്കെ ഒപ്പം. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. അപ്പൊ അതിന്റെ ചിലപ്പോ പിണക്കവും കാര്യമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, സാധാരണ ആനന്ദോ ആര്യനും ആകാശം എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചല്ലേ കിടന്നുകൊണ്ടിരുന്നേ. കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ അവരിങ്ങനെ മാറി മാറി കിടക്കണമെന്ന് വെക്കും. അത് ശരിയാ, ഇന്നലെ ഒരു ദിവസം അവരെല്ലാരും കൂടെ എൻജോയ് ചെയ്തു. പോരാത്തന് ആരിന് വിഷമമായിരുന്നല്ലോ അമ്മേ, അതുകൊണ്ടായിരിക്കുന്നു മീനാക്ഷിയും പറയണം. അത് ശരിയാ, ഒരു ദിവസം കിടന്നതിന്റെ പിണക്കമായിരിക്കും ചിലപ്പോൾ അവൾക്ക്. സാരില്ല, തലവേദനയാന്ന് പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ലെന്ന് പറയണം. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് മുറിയിലേക്ക് വരുവാണ്. ആനന്ദ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിയെ നോക്കിയപ്പോൾ ആനന്ദ് മൈൻഡ് ചെയ്യുന്നില്ല. ആനന്ദാണെങ്കിലോ വന്ന് ഫോണൊക്കെ എടുത്ത് നോക്കി അതിനെ ചാർജൊക്കെ കുത്തിയിടുവാണ്. ഓഹോ, അപ്പൊ തനിക്ക് എന്ത് പറ്റിയെന്ന് പോലും ചോദിക്കുന്നില്ല. താൻ ഇങ്ങനെ കിടക്കുന്നുള്ള പതിവുള്ളതല്ല, എന്നിട്ട് പോലും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ചോദിക്കുമോ നോക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ശ്രീദേവി അവിടെ കിടക്കുവാണ്. പിന്നീട് ആനന്ദ് വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി ശ്രീദേവി? അല്ല നീ എന്ന് നേരത്തെ എഴുന്നേൽക്കുന്നല്ലേ, എന്താ പറ്റിയെന്ന് ചോദിച്ചു കുലിക്ക് വിളിക്കുവാണ്. അത് പിന്നെ ആനന്ദേട്ടാ എന്താണെന്നറിയില്ല, എനിക്കൊരു തലവേദനയാന്ന് പറയണം. അയ്യോ തലവേദനയാണോ? അന്ന് നീ അവിടെ കിടന്നു, മെഡിസിനും കാര്യങ്ങളും എല്ലാം വേണമെന്നൊക്കെ ചോദിക്കും. ഒന്നും വേണ്ടാന്ന് പറയാം. ഇത് കേട്ടപ്പോ ആനന്ദ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. താനിവിടെ എഴുന്നേറ്റില്ലെങ്കിൽ ആനന്ദേട്ടന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കണം. ആ സമയം ബാലൻ എഴുന്നേറ്റ് വന്നു. ബാലിന് ചായയൊക്കെ ആയിട്ട് ഗോമതി വന്നു. അങ്ങനെ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻ ചോദിച്ചു, അല്ല ഇവിടെ എന്തോ ഒരു ആളനക്കോ ഇല്ലാത്ത പോലെ. ആളനക്കോ? അപ്പോഴേക്കും മീനാക്ഷിയും ഇത്ര അങ്ങോട്ട് വന്നു. അല്ല എന്താ എന്താ പറയട്ടെ അങ്ങനെ പറയാൻ കാരണം? എന്തോ ഒന്നൊരു കുറവുള്ള പോലെ. ഇവിടെ ഒരു കുറവില്ലല്ലോ, എന്താ പ്രശ്നം എന്നാന്ന് ചോദിക്കും. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മടി ബാലൻ ചോദിച്ചു, അല്ല ദേവിമോൾ എന്തെന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ അതാണ് കാര്യം, അവൾക്ക് എന്തോ തലവേദനയാന്ന് മറ്റോ പറഞ്ഞു. ഓ അപ്പൊ അതാണ് കാര്യം. ഞാൻ ഓർക്കുകയും ചെയ്തു ദേവിമോൾ എന്ത് ചെയ്യുന്നു. അല്ല ദേവിമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ബാലച്ച ഇത് ചായയെന്നും പറഞ്ഞിവിടെ ഓടിപ്പടിച്ച് നടക്കുന്നതാണ്. അപ്പൊ അതൊരു കുറവ് തന്നെ അല്ലേന്ന് ചോദിക്കാം. ശരി ഞാൻ നടക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, ഒരു ബാലച്ചൻ ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ദേഷ്യപ്പെടുവാണ്. നമ്മൾ ചായ കൊണ്ടു കൊടുക്കാൻ പുച്ച ബാബ, അല്ലെങ്കിൽ ഇത്രയും കാലം ഇവിടെ ഇരുട്ടായിരുന്നല്ലോ. ഇപ്പൊ ദേവമോള് വന്നപ്പോഴല്ലേ വെളിച്ചം കൊണ്ട് വന്നേ. ആ പറച്ചിലൊക്കെ കേട്ടാ അങ്ങനെ തോന്നും ബാലേട്ടൻ്റെ ഒരു പറച്ചിലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കി ചിരിക്കുവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് മനസ്സിലായി ഇനി ഇവിടെ കിടന്നിട്ട് കാര്യമില്ലെന്ന്. ശ്രീദേവി പതുക്കെ എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ട് വരുമ്പോഴത്തേനും ആര്യന് ടെറസിന്റെ മുകളിൽ നിന്ന് കിടന്നിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റും തലവണയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആര്യനെ കണ്ടതും ഇങ്ങനെ ഒന്ന് നോക്കി മീനാക്ഷി. ഓഹോ, ഇവൻ കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത്. എല്ലാവരും ഇന്നലെ ടെറസിൽ കിടക്കാൻ കാരണം ആര്യനാണ്. അങ്ങനെയാണ് ആര്യനെ ഇന്ന് ഉപദേശിച്ചിട്ട് എന്റെ കാര്യം എന്നൊക്കെ വിചാരിച്ചോണ്ട് വലിയ ആളും കളിച്ചിട്ട് ശ്രീദേവി അങ്ങോട്ട് എത്തിച്ചു. ആര്യൻ ഇന്നലെ കുടിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുക. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, ശ്രീദേവിച്ചോട് ആര്യ പറഞ്ഞ എനിക്ക് മണം കിട്ടിയില്ലോ എന്ന് പറയണ. ഇവിടെ ബാലച്ചനും ആരും സമ്മതിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ആര്യം മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, അല്ല ശ്രീദേവിയുടെ
ശ്രീദേവിയടുത്തേക്ക് എന്തിന്റെ കേടാൻ നിൽക്കും? എന്താ അറിയാ, ശ്രീദേവിയടുത്തേക്ക് കാര്യം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു ബഹുമാനം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഏട്ടത്തിന്ന് ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. ശ്രീദേവി അടുത്തയായിട്ട് അത് ഇല്ലാതാക്കലെന്ന് പറയണം. എന്താ പറഞ്ഞേ എന്ന് ചോദിക്കണം. അല്ല, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ? ശ്രീദേവി അടുത്തേക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അവൻ സ്വന്തം കാര്യം നോക്കി നടന്നാൽ പോരെ? അല്ലെങ്കിൽ തന്നെ ഇവിടെ ജോലികളൊക്കെ ഉണ്ടല്ലോ, അടുക്കളയിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഞാൻ കുടിച്ചിട്ടാണോ അതോ കുടിക്കാതെയാണോ വരുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ശ്രീദേവി അടുത്ത് വന്നപ്പോ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നു, ഇവിടെ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യം ഞാനോ? ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാ. വെറുതെ കള്ളത്തരം പറയണ്ട. ഇവിടെ എന്ത് കാര്യം ഉണ്ടല്ലോ അതല്ല അച്ഛന്റെ ചെവിയിൽ എത്തിക്കുന്ന ശ്രീദേവി അടുത്തെയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ആണ്ടേണ്ണെ ഓർത്ത് മാത്രമാണ് ഞാൻ ക്ഷമിച്ചു വിടുന്നത്. പക്ഷെ ഇനി അതുണ്ടാകത്തില്ല. ആ സ്ഥാനവും വിലയൊക്കെ കിട്ടണമെങ്കിൽ അവനോ നിൽക്കേണ്ട സ്ഥാനത്ത് അവനോ നിൽക്കണം. കൂടുതൽ ഭരിക്കാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആരുടെ സ്വഭാവം അറിയാലോ. ആരിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടാലും തുറന്നു പറയുന്ന സ്വഭാവ. ഇനി എന്നെ കൊണ്ടൊന്നും കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആരിനങ്ങോട്ട് പോവാണ്. ശ്രീദേവിക്ക് അടിയേറ്റപ്പോൾ തോന്നിയുവാണ്. ഈ സമയത്ത് മീനാക്ഷി എന്ത് ചെയ്യണം, കൊടുക്കേണ്ട ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫയലാണ്. അപ്പം അതിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ടേബിള് നല്ല കൃത്യമായിട്ട് വെച്ചിട്ടാണ് മീനാക്ഷി അടുക്കളയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വന്നിട്ട് ഫാൻ ഇടുവാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ടേബിളിൽ ഇരുന്ന് പേപ്പറൊക്കെ പറന്നുപോയി. മുഖ്യമന്ത്രി ഒപ്പിട്ട പ്രധാനപ്പെട്ട ഒരു പേപ്പർ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ആ പേപ്പർ പറന്നു. ആ പേപ്പർ പറന്ന് നേരെ ഡൈനിങ് ടേബിളിന് അങ്ങോട്ട് പറന്നു വരുവാണ്. അത് അവിടെ വന്ന് കിടന്ന അതിൻ്റെ അടിയിൽ വന്ന് കിടക്കുവാണ്. ഈ സമയത്ത് ഈ പറയുന്ന ശ്രീദേവി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശ്രീദേവി അതിലൂടെ ഓടിപ്പോയി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കാല് തട്ടി അങ്ങോട്ട് വീഴുവാണ്. കസാര കാല് തട്ടി നിലത്ത് വീണു. നിലത്ത് വീണിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു പേപ്പർ അവിടെ കിടക്കുന്നുണ്ടേ. ഇതെന്ത് പേപ്പറാ? എന്തോ പേപ്പറാ. ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നത്? എവിടുന്നേലും വലിച്ചു വാരി കാളി കൊണ്ട് ഇട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി എന്ത് ചെയ്യുവാണ്, അതെടുത്ത് ചുരുട്ട് കൂട്ടി ആ പുറത്തേക്ക് ഒരു ഏറ് എറിഞ്ഞു. പക്ഷെ ശ്രീദേവിക്ക് അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല. ശ്രീദേവി അത് തെറിഞ്ഞു കളയുകയും ചെയ്തു. ശ്രീദേവി അത് മൈൻഡാക്കാനും പോയില്ല. പിന്നീട് ശ്രീദേവി കുളിയെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരുവാണ്. ഈ സമയത്ത് മീനാക്ഷിയും മിത്രയൊക്കെ ഗോമതിയോടൊപ്പം അടുക്കള ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല. താനൊരു ദിവസം തലവേദനയാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അമ്മയോടൊപ്പം ഇവരൊക്കെ കയറിയിരിക്കുന്നു. അല്ലെങ്കിൽ താനാണ് സഹായിക്കാണ്ട് ഇപ്പൊ അടുക്കള നിൽക്കുന്നത്. പിന്നീട് ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി വെച്ചു, എങ്ങനെയുണ്ട് ദേവിയെടുത്തി, തലവേദനയൊക്കെ കുറഞ്ഞോന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. മിത്ര പറഞ്ഞു, ശരിക്കും എന്താ പറ്റി ശ്രീദേവിച്ചിക്കെന്ന് ചോദിക്കാം. ഇന്നലെ ഉറങ്ങാത്തന്നെയാണോന്ന് ചോദിക്കും. ഞാൻ ഉറങ്ങി, എനിക്ക് ഉറക്കത്തിനൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പറയും. വെറുതെ കള്ളത്തരം പറയണ്ട, ഉറങ്ങിയില്ലാന്ന് മനസ്സിലായെന്ന് പറയണം. ഞാനങ്ങനെ ഉറങ്ങാതിരുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതെ ഇനിയിപ്പോ ശ്രീദേവി വെച്ച് കള്ളത്തരം പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് മനസ്സിലായി ശ്രീദേവി വെച്ചിട്ട് മോഹം കണ്ടു കഴിഞ്ഞപ്പോ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന്. അതെ, ആരിനും ആകാശനും ആനന്ദനും ഒക്കെ അത്ര കൂട്ടാ, ധർമ്മമാമനും എല്ലാരും കൂടെ. അവര് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരുമിച്ച് കിടക്കാത്തില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ അവർക്ക് അങ്ങനെ ആഗ്രഹം തോന്നി അവർ ഒരുമിച്ച് കിടന്നു. അവർ തമ്മിൽ എത്ര കൂട്ടാന്ന് നോക്കി. അതുപോലെ തന്നെ വേണം നമ്മൾ കയറി വന്ന പെണ്ണുങ്ങളും നമ്മൾ നല്ല കൂട്ടായിരിക്കണം എന്ന് പറയണം. നമ്മളെല്ലാരും ഒരുമിച്ച് ഇരിക്കണം എന്ന് പറയണം. ഇത് കേട്ടോ ശ്രീദേവിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. മീനാക്ഷി പറഞ്ഞു, ഞാൻ പറഞ്ഞ് ശരിയല്ലേ മിത്രയെന്ന് ചോദിക്കുകയാണ്. പിന്നെ അല്ലേ, 100% ശരിയാ. അങ്ങനെയാണെങ്കിലാണ് ദേവമംഗലം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പാര പണിയരുന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അത് മോള് പറഞ്ഞ് 100% ശരിയാന്ന് പറയണം. ആ സമയം ശ്രീദേവി മനസ്സിൽ പറഞ്ഞു, എല്ലാരും കൂടെ ഒത്തുചേർന്നിട്ട് എനിക്കിട്ടുള്ള പണി തരാനായിട്ടാ. അങ്ങനെ നിന്റെ ഒന്നും കൂടെ ഞാൻ കൂടില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കുകയാണ്. മീനാക്ഷി ചോദിച്ചു, എന്താ ശ്രീദേവി അടുത്ത് ആലോചിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്നുമില്ല എന്നൊക്കെ പറയണം. പിന്നീട് ശ്രീദേവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, ശ്രീദേവി അടുത്തേക്ക് നമ്മൾ പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നിയെന്ന് പറയണം. പിടിച്ചാലും കുഴപ്പമില്ല, ഇല്ലാലും കുഴപ്പമില്ല. അതെ, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം, ഫയലൊക്കെ കൊടുക്കാനുണ്ട്, റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെച്ചേക്കുന്നതെന്ന് പറയണേ. ഇത് കേട്ടോ ഗോമതി പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം, പോയി റെഡിയായിട്ട് വന്ന് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാന്ന് പറയണം. അങ്ങനെ മീനാക്ഷി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആകാശ കടയിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ആകാശിനോട്, ആകാശേട്ടാ എന്നെ ഒന്ന് നേരത്തെ കൊണ്ടേ വിടുമെന്ന് ചോദിക്കുക. അതെന്താ? ഇന്ന് എനിക്ക് നേരത്തെ ഓഫീസിൽ പോകണമെന്ന് പറയണം, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയലും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടെന്ന് പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം മീനാക്ഷി റെഡിയായി. പിന്നീട് ഫയലൊക്കെ എടുത്തു വെക്കാനായിട്ട് ആ പേപ്പേഴ്സുകളൊക്കെ എടുക്കുന്ന സമയത്താണ് ആ പേപ്പർ കാണുന്നില്ല. ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇവിടെ ഒരു പേപ്പർ എന്തിയേ? അവിടെ എല്ലാം അരിച്ചു പെറുക്കുവാണ്, അവിടെ എങ്ങും കണ്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി. ദൈവമേ, ഇത് എതിരോടെ പോയി, മുറി മൊത്തം അരിച്ചു പെറുക്കി പോയി. മുറി വന്ന് ആരും എടുത്തോണ്ട് പോകാനായിട്ടാ? അങ്ങനെ ആരും എടുത്തോണ്ട് പോകാൻ വഴിയില്ല. താനിത് റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി ഇവിടെ വെച്ചിരുന്നാണല്ലോ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ വീണാ മാഡം പ്രത്യേകിച്ച് പറയുകയും ചെയ്തു അത് മിസ്സാവരുതെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നോർത്താൻ ആകെപ്പാട് സമനില തെറ്റി. അങ്ങനെ മീനാക്ഷി മുറിയിൽ നിന്ന് ഇറങ്ങി നേരെ ഗോമതിയുടെ അടുത്ത് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണം. ഗോമതിക്കും മിത്രയ്ക്കൊക്കെ എന്ത് ചെയ്യണം നടത്തില്ല. അവർ ആ പേപ്പർ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഇത് മിസ്സായി തന്റെ ജോലിയെ ബാധിക്കും എന്നൊക്കെ മീനാക്ഷി പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്കും ആകെപ്പാട് ടെൻഷനായി. അങ്ങനെ എല്ലാവരും തെരച്ചിൽ തുടങ്ങുവാണ്.
ആ പേപ്പർ കാണാതെ വന്നപ്പോൾ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ആ പേപ്പർ ബാലിന്റെ കിട്ടുന്നുണ്ട്. ബാലിന് അതെല്ലാം കീറി ചുട്ടിക്കുട്ടി കളയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എങ്ങനെ സംഭവിച്ചു എങ്ങനെയൊന്നും അറിയത്തില്ല. നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം. ഇനിയിപ്പം ശ്രീദേവി അത് മനഃപൂർവ്വം മീനാക്ഷിക്ക് ഇട്ടൊരു പണി കൊടുത്തതാണോ, എങ്ങനെ കൊടുത്തതാണെങ്കിൽ ഇനിയിപ്പോൾ ബാലിന് ശ്രീദേവി നട്ടോട്ട് ഓടാൻ പോവാ. കാരണം ചെറിയ പേപ്പറല്ല, മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറല്ലേ. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പുലിവാലുകളും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഗോമതി അതിന്റെ പേര് തിരിയുന്നുമുണ്ട് ബാലനും ഈ പറയുന്ന ശ്രീദേവിക്കും എതിരെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ നാളത്തെ ഫുൾ വിശേഷമായിട്ട് രാവിലെ തന്നെ വരാം. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.